വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയും കോന്നി MLA KU ജനീഷ് കുമാറിന് പിന്തുണ അർപ്പിച്ചും CPM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് കോന്നി DF ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ട്. രാവിലെ 10 മണിക്ക് നടക്കുന്ന ഈ മാർച്ച് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ MLA-ക്കെതിരെ കൂടൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് നമുക്കൊപ്പമുണ്ട്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. KU ജനീഷ് കുമാർ MLA-ക്ക് പാർട്ടി പൂർണ്ണ പിന്തുണയാണ്, സഭ പൂർണ്ണ പിന്തുണയാണ്. മാർച്ച് എപ്പോഴാണ് ആരംഭിക്കുക? പോലീസ് നിലപാട് എങ്ങനെയാണിപ്പോൾ? ഗുഡ് മോർണിംഗ് സിധു. തീർച്ചയായും CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ KU ജനീഷ് കുമാറിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം അടക്കം പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ ജനീഷ് കുമാറിനൊപ്പം നിന്നത്. എന്നാൽ ഈ വനപാലകരുടെ പരാതിയിന്മേൽ 3 പരാതി നൽകിയിരുന്നു കൂടൽ പോലീസ് സ്റ്റേഷനിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കേസെടുത്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 351(2) അതുപോലെ തന്നെ 132 വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് 132 വകുപ്പാണ് നിലവിൽ ജാമ്യമില്ലാ വകുപ്പായിട്ട് നിലവിൽ ഈ കേസിൽ ഉള്ളത്. തുടർ നടപടികളെല്ലാം തന്നെ പോലീസ് കൈക്കൊള്ളുന്നുണ്ട്. എന്തായാലും ജനീഷ് കുമാറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ പ്രദേശത്തെ ജില്ലയിലെ വന്യജീവി ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആ വിഷയം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോന്നി DF ഓഫീസ് മാർച്ച് CPIM സംഘടിപ്പിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. 10 മണിയോടുകൂടിയാണ് മാർച്ച് ആരംഭിക്കുക. DF ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പിന്തുണ തന്നെയാണ് ജനീഷ് കുമാറിന് ജില്ലയിൽ നിന്നാകെ ഈ മലയോര മേഖലയിലെ സാധാരണക്കാരും അതുപോലെ തന്നെ ഇന്നലെ ക്രിസ്ത്യൻ സഭകളുടെ കൂട്ടായ്മയും അടക്കം നൽകിയിരുന്നത്. ക്രിസ്ത്യൻ സഭകളുടെ കൂട്ടായ്മ പറയുന്നത് ജനീഷ് കുമാർ ഒരു സാധാരണക്കാരുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശ്രീരാജ്, അപ്പോൾ KU ജനീഷ് കുമാറിന് പിന്തുണ അർപ്പിച്ചും CPM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് കോന്നി DF ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ്.